കർദിനാളായ ശേഷമുള്ള ആദ്യ ക്രിസ്മസിനെ പ്രാർത്ഥനയോടെ വരവേൽക്കുകയാണ് കർദിനാൾ ജോർജ് കൂവക്കാട്. ഉണ്ണി ഈശോയെ കാണാൻ പുൽക്കൂടിലേക്ക് താഴ്ന്നു നോക്കിയവരെ പോലും ഏവരും എളിമയുള്ളവരാകണമെന്ന് അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. 2025 ശേഷം മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കർദിനാൾ പറഞ്ഞു. കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിന് ഏറെ പ്രിയപ്പെട്ടതാണ് ഇത്തവണത്തെ ക്രിസ്മസ്. അനുഗ്രഹത്തിന്റെ തിരുപ്പിറവിയെ പ്രാർത്ഥനയോടെ ചേർത്തു പിടിക്കുകയാണ് ഇടയശ്രേഷ്ഠൻ. ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠനകാലത്തെ ക്രിസ്മസ് ഓർമ്മകൾ പങ്കുവച്ച് കർദിനാളെത്തി പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിലും സമയം ചെലവഴിച്ചു. നമുക്ക് ഈ പുൽക്കൂട്ടിലെ ഈ ദൃശ്യം കാണണമെങ്കിൽ നമ്മൾ കുനിഞ്ഞു നോക്കണം. വിനീതരായ മനുഷ്യർക്കാണ് ഇപ്രകാരം പുൽക്കൂട്ടിലെ ദൃശ്യം ശരിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കുട്ടിക്കാലത്ത് കൂടിച്ചേരലിന്റെ ആഘോഷമായിരുന്നു കൂവക്കാടിന് ഓരോ ക്രിസ്മസും. കൂട്ടുകാരുമായിട്ടും സഹോദരങ്ങളുമായിട്ടും കൂടുതൽ സമയം സന്തോഷത്തോടുകൂടി ചെലവഴിച്ച, അതുപോലെ തന്നെ കൂട്ടുകാരോടെല്ലാം ഒത്തുചേർന്ന് ആ സൗഹൃദ ബന്ധം, നമ്മുടെ അയൽ ബന്ധങ്ങൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒത്തിരി അധികം സമയം ഒരുമിച്ച് നമ്മൾ ഈ പുൽക്കൂടുകൾ ഉണ്ടാക്കുവാൻ, അതുപോലെ തന്നെ കരോൾ ഗാനങ്ങളിലും കരോൾ പരിപാടികളിലും ഒക്കെ ഭാഗഭാഗത്വം വഹിക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ലൂർദ് ഫെറോന പള്ളിയിൽ ക്രിസ്മസ് തിരുക്കർമ്മങ്ങളിൽ കർദിനാൾ പങ്കെടുക്കും. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ വൺ, കോട്ടയം.